സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം അരിസോണയാണ്. US അരിസോണ. സ്റ്റാർഗേറ്റ് എന്ന പേരിൽ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ AIയോടൊപ്പം സഹകരിക്കുന്ന ടെക് കമ്പനി. സ്റ്റാർഗേറ്റ് എന്ന പേരിൽ AI സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ ഓപ്പൺ AIയോടൊപ്പം സഹകരിക്കുന്ന ടെക് കമ്പനി മൈക്രോസോഫ്റ്റ് ആണ്. നാറ്റോ രൂപീകരിച്ചതിൻ്റെ എത്രാമത് വാർഷികമാണ് 2024 ആഘോഷിച്ചത്? നാറ്റോ രൂപീകരിച്ചതിൻ്റെ 75ാമത്തെ വാർഷികമാണ് 2024 ആഘോഷിച്ചത്. 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബെലേം ദോ പാരയാണ്. ബ്രസീലിലെ ബെലേം ദോ പാരയാണ് 2025 ലോക കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി. 2024 ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31, 2024. ലോക പുകയില വിരുദ്ധ ദിന സന്ദേശം പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നാണ്. പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാനാണ്. ഒമാൻ. 2024 ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മണൽ എന്നർത്ഥം വരുന്ന റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഒമാൻ. ചുഴലിക്കാറ്റിൻ്റെ പേര് റിമാൽ. രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിൽ. റിമാൽ എന്ന വാക്കിൻ്റെ അർത്ഥം മണൽ. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയത് ജപ്പാനാണ്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത്. ലോകത്തിലെ ആദ്യത്തെ AI സുരക്ഷാ ഉച്ചകോടി നടന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട്. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി. 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി ബാലിയാണ്. ഇന്തോനേഷ്യയിലെ ബാലിയാണ് 10ാമത് വേൾഡ് വാട്ടർ ഫോറത്തിൻ്റെ വേദി. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത്. 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത് റോട്ടർഡാമാണ്. നെതർലാൻഡ്സിൽ റോട്ടർഡാമാണ് 2024 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായത്. നെതർലാൻഡ്സിൽ റോട്ടർഡാം. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം. റോക്കറ്റിൻ്റെ പേര് SR-75. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമായ സൈക്ക് 16 അമേരിക്കയുടെ നാസ അയച്ച പേടകം സൈക്കി. പേടകത്തിൻ്റെ പേര് സൈക്കി എന്നാണ്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹമാണ് സൈക്ക് 16. സൈക്ക് 16 നാസ അയച്ച പേടകമാണ് സൈക്കി. ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ചാങ് E6 ഏത് രാജ്യത്തിൻ്റെ പേടകമാണ്? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ ചാങ് E6 ചൈനയുടെ പേടകമാണ്. ചൈന. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി 2024 ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം സ്റ്റാർലൈനർ. സ്റ്റാർലൈനർ ബോയിങ്ങിൻ്റെ പേടകമാണ്.
രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായിട്ട് 2024 ജൂണിൽ വിജയകരമായിട്ട് വിക്ഷേപിച്ച ബോയിങ്ങിന്റെ പേടകമാണ് സ്റ്റാർലൈനർ. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ് ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ് ഷാഹി എന്ന സ്ഥലം? ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ്. 77 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ് ഷാഹിയെയും കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. ഏത് രാജ്യത്താണ് രാജ് ഷാഹി എന്ന സ്ഥലം? ബംഗ്ലാദേശിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം? ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് മൗറീഷ്യസിലാണ്. മൗറീഷ്യസ്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി? 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ ആണ്. വാഷിംഗ്ടൺ. 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം? ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക. ആരെയും പിന്നിലാക്കരുത്, എല്ലാവരെയും കണക്കാക്കുക എന്നതാണ് 2024 ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ? മാർസ് ഒഡീസി ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്ററാണ് മാർസ് ഒഡീസി. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ദക്ഷിണാഫ്രിക്കയാണ്. 2024 ബ്രസീലായിരുന്നു. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. കേൾവി ശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഹിയർ WHO എന്നത്. ഹിയർ WHO. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി? ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം? സ്വീഡൻ ആണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം? യെസ് വി ക്യാൻ എൻഡ് TB എന്നതാണ് 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം. യെസ് വി ക്യാൻ എൻഡ് TB. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തി? ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ പോയിന്റ് നെമോ ആണ്. പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം? ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22 ആണ്. 2024 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ് എന്നാണ്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആര്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയ. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം? സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം? 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനി? പാർബതി ബർവയാണ്. പാർബതി ബർവ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം? എക്സ്പോസാറ്റ് ആണ്. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം? 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3S. ഇൻസാറ്റ് 3S വിക്ഷേപണ വാഹനം GSLV F-14 ആണ്. GSLV F-14.
ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം. ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM-3. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ POEM-3. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേര്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി ഗോപി ചന്ദ് തോട്ടക്കുറയാണ്. ഗോപി ചന്ദ് തോട്ടക്കുറ. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരൻ ആര് എന്ന് ചോദിച്ചാൽ ഗോപി ചന്ദ് തോട്ടക്കുറയാണ്. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ സഞ്ജന സംഘിയാണ്. സഞ്ജന സംഘി. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ടാണ്. ആലിയ ഭട്ട്. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന. പദ്ധതിയുടെ പേര് PM കുസും യോജന. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഗാൽവിൽക്കർ ആണ്. ജസ്റ്റിസ് AM ഗാൽവിൽക്കർ. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്കാണ്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്ക്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശിനാണ്. അരുണാചൽ പ്രദേശ്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേര് മുഖി എന്നാണ്. മധ്യപ്രദേശിലെ കൂനോ ദേശീയോദ്യാനത്തിലാണ് ചീറ്റക്കുഞ്ഞിന്റെ പേര് മുഖി. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം. ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്നാണ്. ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ്. സംവിധാനം പായൽ കപാഡിയ. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തി. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ രഘുനന്ദൻ കമ്മത്താണ്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകൻ രഘുനന്ദൻ കമ്മത്ത്. യുണിസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡറായിട്ട് നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം കരീന കപൂർ ആണ്. കരീന കപൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെ. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം ഏതാണ്? കാങ്കാസന്തുറെ തുറമുഖമാണ്. കാങ്കാസന്തുറെ തുറമുഖമാണ് ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖം. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ്. PV സിന്ധു. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഇഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഗംഗാ നദിയാണ്. ഇഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദിയാണ് ഗംഗാ നദി. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശാണ്. ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശ്. കുംഫി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുംഫി ഉദയ് ഉരുളക്കിഴങ്ങിൻ്റെതാണ്. ഉരുളക്കിഴങ്ങ്. കുംഫി ഉദയ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ.
നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ കേരളവും ഉത്തരാഖണ്ഡുമാണ്. കേരളം, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി ഏകീകൃത പെൻഷൻ പദ്ധതി UPS. പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1-നാണ്. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയാണ് ഏകീകൃത പെൻഷൻ പദ്ധതി UPS. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08 ആണ്. EOS-08 ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-08. ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റൂമി-1 വിക്ഷേപിച്ച രാജ്യം RHUMI-1 വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് 2024 ദേശീയ ബഹിരാകാശ ദിനത്തിൻ്റെ പ്രമേയം. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ. 24 മണിക്കൂറിനുള്ളിൽ 11 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ട് റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ നഗരം ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ. 2024 സെപ്റ്റംബറിൽ ഡെങ്കിപ്പനിയെ മഹാമാരിയായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം കർണാടകയാണ്. കർണാടക. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവാണ്. അരുണ വാസുദേവ്. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഹിൽകോൾ ആണ്. ഹിൽകോൾ വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ആണ്. എന്തിനെ പ്രതിരോധിക്കുന്നതിനാണ്? കോളറയെ പ്രതിരോധിക്കുന്നതിനാണ്. വാക്സിൻ്റെ പേര് ഹിൽകോൾ. ഓറൽ വാക്സിൻ. സുപ്രീം കോടതിയുടെ പുതിയ പതാക ഡിസൈൻ ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷാ പദവികളുടെ എണ്ണം ഇപ്പോൾ 11 ആണ്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏഷ്യൻ കിങ് എന്ന കഴുകനെ സംരക്ഷിക്കുന്നതിനായിട്ട്. പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിൻ്റെ സ്ഥാനം 3 ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുക്ഷേമ മന്ത്രി വീണ ജോർജ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതി ദേവി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രീതി സുധാനാണ്. പ്രീതി സുധാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ MR ബൈജു. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിലവിൽ ലോക്പാലിൻ്റെ അധ്യക്ഷൻ അജയ് മാണിക് റാവു ഗാൽവൽക്കർ. അജയ് മാണിക് റാവു ഗാൽവൽക്കർ. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ജസ്റ്റിസ് N അനിൽകുമാർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ. ഡോക്ടർ V നാരായണൻ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്
ജസ്റ്റിസ് നിതിൻ ജാംദാർ. ജസ്റ്റിസ് നിതിൻ ജാംദാർ. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കേരള നിയമസഭയുടെ സ്പീക്കർ എൻ ഷംസീർ. നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി. നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി ഹരി നായരാണ്. വി ഹരി നായർ. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ശ്രീ കിഷോർ മക്വാന. ശ്രീ കിഷോർ മക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ശ്രീ അന്തർ സിംഗ് ആര്യ. ശ്രീ അന്തർ സിംഗ് ആര്യ. കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. ശാരദ മുരളീധരൻ. കേരള ചീഫ് സെക്രട്ടറി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. വിജയ കിഷോർ രഹത്കർ. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ. കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കേരള ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അവസാനത്തെ ചോദ്യം കേരള കൃഷി മന്ത്രി P പ്രസാദാണ്. P പ്രസാദ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.